മരുമകളെ കൊലപ്പെടുത്തി ചാക്കിലാക്കി ഭർത്താവിന്റെ അച്ഛനും അമ്മയും. ലുധിയാനയിലാണ് നടുക്കുന്ന സംഭവം. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങി കറങ്ങി എന്ന പേരിലാണ് 30-കാരിയായ രേഷ്മയെ കൊന്നത്. ഒരു ചാക്ക് കെട്ടുമായി ബൈക്കിൽ ഒരാൾ പോകുന്നു. അയാളെ കുറേ ആളുകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിലെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് ചീഞ്ഞ മുട്ടയാണെന്ന് പറയുന്നു, അതല്ല ചീഞ്ഞ മാങ്ങയാണെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു ഇതല്ല പട്ടിയുടെ ശരീരമാണ്, അതിനെ അടക്കാൻ കൊണ്ടുപോവുകയാണെന്നൊക്കെ പറയുന്നു. ആളുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാനമാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇയാളെ അടക്കം പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ. പിന്നീട് രാത്രി പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ലുധിയാനയിൽ ഒരു പെങ്കൊച്ചിനെ അടിച്ച് കൊന്ന് ചാക്കിനകത്ത് ബൈക്കിന്റെ മുകളിൽ ഇരുത്തി ഹൈവേ വഴി കൊണ്ടുവന്നേക്കണ്. നാട്ടുകാർ ഓടി പിടിച്ചേക്കണ്. അതും ബൈക്കിന്റെ മുകളിൽ എടുത്ത് വെച്ചുകൊണ്ട് കൊലയൊക്കെ കൊണ്ടുപോകണ കണക്ക്. അല്ല, കൊല എന്നെ കൊണ്ടുപോയത്. നിങ്ങൾ ആ ബോഡി എടുത്ത് വലിച്ചെറിഞ്ഞാണ്ടാ. അപ്പൊ ഇങ്ങനെ അങ്ങ് ക്യാഷ്വലായിട്ട് എടുത്ത് ഇങ്ങ് എറിയാണ് തന്നെ ഒരു വെറുപ്പോട് കൂടി. നമുക്ക് പോലീസ്, കോടതി, നിയമങ്ങള് ഒക്കെ വെച്ചേക്കുന്നത് നമ്മുടെ ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ്. സൊസൈറ്റി ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മളാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയത്. നമ്മളാകുന്ന മനുഷ്യർ, നമ്മളാകുന്ന സൊസൈറ്റിയാണ് ഇതൊക്കെ രൂപകൽപ്പന ചെയ്തേക്കുന്നതും. നമുക്ക് ഇങ്ങനെയുള്ളവന്മാരൊക്കെ എങ്ങനെ ക്രമീകരിക്കും? ഇങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള മനുഷ്യരെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും? ഇവർക്കൊന്നും ലിമിറ്റ് ഇല്ല. ഇവർക്ക് എവിടെ എന്ത് പ്രതികരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവർക്കൊന്നും ഭയമില്ല. ഇവർക്കൊന്നും ഒരു ലിമിറ്റ് ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. ഒരു പെണ്ണ് പുറത്തിറങ്ങി പോകുന്നത്, രാത്രി പുറത്തിറങ്ങി പോകുന്നത്, അല്ലെങ്കിൽ അന്യമതത്തിൽ കല്യാണം കഴിക്കുന്നത്, പശുവിനെ പറയുന്നത്. ഇപ്പൊ ഇടയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടായിരുന്നു, മറ്റേ പേര് ഭാഷയിൽ അവരുടെ ഭാഷയിൽ എഴുതാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആക്രമിക്കുക, അടിക്കുക, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ഹെയർ റാം വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ് നടക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് ഇവരുടെ മെന്റാലിറ്റി ഇങ്ങനെയാണ്. ഇവർക്കൊന്നും ഒന്നിനും ലിമിറ്റ് ഇല്ല. ഇവർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. ഈ ദരിദ്ര രാജ്യങ്ങളിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇതുപോലത്തെ അക്രമങ്ങൾ, ഇതുപോലത്തെ മെന്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ മതത്തിലൊക്കെ അടിമപ്പെട്ട് മതം വിശ്വസിച്ച് സ്ത്രീകൾ അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ എന്നൊക്കെ വിശ്വസിക്കുന്ന തീരെ പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങളിലാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്. കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞുണ്ടല്ലോ, വിദ്യാഭ്യാസം നമ്മൾ കുറച്ചൊക്കെ ഇവോൾവ് ആയി, നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആയി തന്നെ ഈ പ്രശ്നങ്ങൾ പകുതി മാറും.